ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ. ഇന്ന് കുറച്ച് കുടുംബ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വരുന്നത്. എൻ്റെ അടുത്തിരിക്കുന്നത് ആരാന്നറിയോ? എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഇപ്പം ഇവിടെ ഹൂദനെ കൊണ്ടുപോക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, പ്രസവക്കൂട്ടലൊക്കെ. അതിന് വേണ്ടി 4 ദിവസം മുമ്പേ വന്നതാ. അപ്പോൾ എൻ്റെ ഉമ്മയാണിത്. ഉപ്പ എനിക്കില്ല കേട്ടോ. ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ 4-5 വർഷമായി. അപ്പോൾ ഉമ്മാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഉമ്മ ജനിച്ച് വളർന്നതൊക്കെ മുക്കം. പിന്നെ നമ്മളെപ്പോലെ ഒന്നുമല്ല. ഉമ്മൻ്റെ കഥകൾ കേട്ടാൽ ഭയങ്കര സങ്കടമാവും. ഉമ്മക്ക് ചെറുപ്രായത്തിൽ തന്നെ, കുഞ്ഞു പ്രായത്തിൽ തന്നെ ഉപ്പയും ഉമ്മയും മരിച്ചു പോയിട്ടുണ്ട്. ഉമ്മാക്ക് സ്വന്തമായിട്ട് ആങ്ങളല്ല, ഏട്ടത്തില്ല, അനിയത്തില്ല, ആരുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ കേൾക്കും, അങ്ങനെ വിചാരിക്കും, അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചതേ അത് ആലോചിക്കുമ്പോൾ. പക്ഷെ അതിന് പകരമായിട്ട് ഉമ്മാക്ക് ഇപ്പോൾ 8 മക്കളുണ്ട്. 3 പെണ്ണും 5 ആണുങ്ങൾ. പറയുന്നത് കേൾക്കുന്നുണ്ടമ്മ? 5 ആൺകുട്ടികളും ഉണ്ട്. അപ്പോൾ ഈ 8 പേരും പണ്ടത്തെ സങ്കടം മൊത്തം അമ്മങ്ങ് മറക്കും. കാരണം അത്രക്കും ഉമ്മനെ നോക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കേൾക്കുന്നുണ്ട്. മക്കൾ നോക്കാതെ വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കുന്നുണ്ട്. പിന്നെ ലഹരി കാരണം ആദ്യം തന്നെ കൊല്ലുന്ന ഉമ്മനെയാണ്. അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പണ്ട് കുറച്ച് വിഷമിച്ചാലും ആരുമില്ലാണ്. ഇപ്പം ഉമ്മക്ക് 8 ആൾ നല്ല രീതിയിൽ സ്വർഗം പോലെ പോകുന്നുണ്ട്. പക്ഷെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉമ്മാനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് പറയുന്നത്, ഞങ്ങൾക്ക് 8 മക്കളാന്ന് പറഞ്ഞല്ലോ. 8 മക്കൾ പിന്നെ അവർക്ക് 19 പേരക്കുട്ടികളുണ്ട് ഉമ്മക്ക്. ആ പേരക്കുട്ടികൾക്കും ഇപ്പോൾ 7 മക്കളായി. 8ാമത്തതാണ് ഇപ്പോൾ ഇവിടുന്ന് ഹൂദൻ്റെ ഉണ്ടാവുക. അങ്ങനെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? പിന്നെ ഞങ്ങളെ കുടുംബത്തിൽ അധ്യാപകരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, നേഴ്സുമാരുണ്ട്, വക്കീലുണ്ട്, എൻജിനീയർ MTech ഉണ്ട്, BTech ഉണ്ട്, HM ഉണ്ട്, ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. എല്ലാം ഈ കൊച്ചു കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മക്കളെ പഠിപ്പിക്കണം എന്നുള്ളത്. ഉപ്പ നല്ലൊരു കർഷകനാണ്, അവാർഡൊക്കെ വാങ്ങിയിട്ടോ, ചെറിയ വാർഡ് തലത്തിലൊക്കെ ഉള്ളത്. അതാ എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ എല്ലാം ഉള്ളൊരു കുടുംബം. അപ്പോൾ ഞങ്ങളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല മാർക്ക് വാങ്ങി അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് വന്നാൽ ഞങ്ങളൊരു അനുമോദനം കൊടുക്കും. അങ്ങനെ അനുമോദനം ഇങ്ങനെ കൊടുക്കുന്നതിന് ഒരു പ്രചോദനമാണല്ലോ ഇനി ഉന്നതിയിലെത്താനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അനുമോദനം കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. അപ്പോൾ എൻ്റെ 2ാമത്തെ ആങ്ങളുടെ മോള് ഇപ്പോൾ വക്കീൽ ഭാഗം പഠിച്ചു, പാസ്സായി, ഇറങ്ങി. ഇപ്പോൾ പ്രാക്ടീസിന് പോകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വക എനിക്കൊരു സമ്മാനം കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഏതായാലും ഹൂദൻ്റെ പരിപാടി കാരണം എല്ലാവരും, ഞങ്ങൾ 8 പേരും ഒന്നിക്കുമല്ലോ. അല്ലാണ്ട് അങ്ങനെ ഒന്നിക്കാൻ ഒരു കാരണം വേണമല്ലോ, ഒന്നിക്കണമെങ്കിൽ. അല്ലാണ്ട് ആരും അങ്ങനെ നിൽക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നിച്ച ആ സമയത്ത് കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. സർപ്രൈസായിട്ട്. മോളൊന്നും അറിയില്ല, വക്കീൽ പോകാൻ കഴിഞ്ഞ മോളറിയില്ല. അങ്ങനെ എല്ലാവരുടെ സദസ്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വക ഇവിടെ വന്നപ്പോൾ എൻ്റെ വക ഞാൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സമ്മാനം കൊടുക്കുന്നത് എൻ്റെ ആങ്ങളമാരിൽ മൂത്ത ആങ്ങളയാണ്. അപ്പോൾ എൻ്റെ ആങ്ങള എല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. കുറച്ച് എൻ്റെ കൊള്ളൊക്കെ ചാനലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സ്വന്തം പറയുന്നതാണ്. ഞാൻ വിചാരിച്ചിട്ടല്ല അത് പറയുന്നുള്ളത്. പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ആമുഖം എടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സമ്മാനം കൊടുക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കാം കേട്ടോ. എന്നാ വരി. ഇവിടെ ഒരു ചടങ്ങ് നടന്നെങ്കിലും ഒരാളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട്. അത് എന്തിനു വേണ്ടിയാന്നുള്ളത് എൻ്റെ മൂത്ത ആങ്ങളെ സംസാരിക്കും. എന്താണ് ഇതിന് കാരണം? ഞങ്ങളെ കുടുംബത്തില് പിന്നെ നമ്മളെ കുടുംബത്തില് നമ്മളെ ഈ കൂട്ടായ്മയില് ഒരാള് ഉന്നത പദവിയിലേക്ക് എത്താൻ വേണ്ടി പോകും. ഒരുപാട് പിന്നെ ആൾക്കാർ ഇങ്ങനെ കയറി ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരാള് ഉന്നത ഡിഗ്രി എടുത്തപ്പോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എഞ്ചിനീയർ ആയിട്ട് ജമ്മു കാശ്മീർ ശ്രീനഗറിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവർ കയ്യടിയിലൂടെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തെ ആള് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ഡിഗ്രി കഴിഞ്ഞ് PG കോഴ്സ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ മറ്റൊരാള് പിന്നെ തിരുവനന്തപുരത്ത് MBBS പൂർത്തിയാക്കി PG പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിസൾട്ട് വന്നു, വൻ വിജയം നേടി റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. മറ്റൊരാളിപ്പോ PG പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 1-2 മാസങ്ങൾ കൊണ്ട് അത് കുടുംബത്തിലെ അങ്ങനെ പിന്നെ ഓരോ വിഷയത്തിലും പുതിയ ജേതാക്കൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ മറ്റൊരു ജേതാവ് കൂടി ഇപ്പൊ വന്നിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള പിന്നെ എഞ്ചിനീയറുടെ മകളായ എഞ്ചിനീയറാണ് പിതാവ്, എഞ്ചിനീയറുടെ മകൾ കൂടിയായ നമ്മളെ അനൂസ് പറയൂ. പിന്നെ 11-ാം തീയതി പിന്നെ ഹൈക്കോടതിയിൽ വെച്ചിട്ട് അതിന്റെ ചടങ്ങ് നടക്കുകയാണ്. അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ഒരു പ്രാഥമിക ചടങ്ങ് മാത്രം. പിന്നെ വക്കീലായിട്ട് എൻറോൾ ചെയ്ത് ഗൗൺ ഉൾപ്പെടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്. അനുമോദന ചടങ്ങാണ്, അതിവിടെ കൈമാറുകയാണ്. കൂട്ടത്തിലൊരു ചെറിയൊരു സമ്മാനം അമ്മായിന്റെ വക. അമ്മായി പ്രശസ്ത ബ്ലോഗറാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ റുക്കിയാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നോക്കാൻ കഴിയുന്നില്ല, ഒക്കെ വീഡിയോ ആക്കിയിട്ട് അറിയപ്പെടുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഇത്രയാണ് ഈ കാര്യങ്ങളിൽ, ബാക്കിയൊക്കെ റുക്കിയ വിശദീകരിക്കും. അങ്ങനെ ഞങ്ങളെ പരിപാടി കഴിഞ്ഞു, എല്ലാരും പരിചയപ്പെടുത്തി കഴിഞ്ഞല്ലോ. മൂത്ത മോന്റെ ആള് ഇതേപോലെ ജേതാക്കൾ ഉണ്ടാകുമ്പോൾ റുക്കിയമായി എല്ലാവർക്കും സ്വീകരണം തരും, ഉപകാരങ്ങളും കൈമാറും. ഇത് തുടക്കാണ്. എല്ലാരും ഉന്നതിയിൽ എത്തട്ടെ. എല്ലാ മക്കൾക്കും ഇതൊരു പ്രചോദന, എല്ലാരും ഉഷാറാവട്ടെ എന്നുള്ളത്. എന്റെ ഏട്ടത്തിന്റെ പേരക്കുട്ടിയാ ഉമ്മാനെ കാണിച്ചു കൊടുക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ അറിയോ, ഞാനൊന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി കുറെ ആളെ ഞാൻ ഏൽപ്പിച്ച്, എല്ലാവരും നാണക്കേടായിട്ടും ഇന്നോട് ആവൂരാന്ന് പറഞ്ഞ് ഓടിയത് ഈ മോനാണ്. ക്ലിയർ നന്നായിട്ട് എവിടെയൊക്കെ വീഡിയോ പിടിക്കണം, ഫോക്കസ് ചെയ്യണം, അതെല്ലാം മനസ്സിലാക്കി ചെയ്ത പൊന്നുമോനാ. ഇത് പേര് പറഞ്ഞെടുക്ക്, അലൂഫ്. ശരിക്ക് അലൂഫ്. ഞാൻ കൊടുത്ത സമ്മാനം എന്റെ മുന്നിൽ തന്നെ അത് കാണട്ടെ എന്ത് സമ്മാനാന്നുള്ളത്. സൂപ്പർ സെലക്ഷൻ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഒന്ന് കെട്ടി കാണട്ടെ ഞാന്. ഗോൾഡൻ കളറാ. ഇനി പ്രാക്ടീസിനൊക്കെ പോകുമ്പോ ഇപ്പം പ്രാക്ടീസിന് എങ്ങോട്ടേന് പോകുന്നത്? ഇപ്പൊ താമരശ്ശേരി. എന്നാണ് നിങ്ങളെ ചടങ്ങിന് പേരെന്താ പറയാ? എൻറോൾമെന്റ്. അതെന്നാ? അത് 10-ന്. ഈ വാച്ച് കെട്ടണം കേട്ടോ അതിന് പോകുമ്പോ. ഇനി കുറച്ചൊന്ന് ഇതൊന്ന് ടൈറ്റ് ആക്കാനുണ്ട്. അടിപൊളി. അങ്ങനെ സൂപ്പർ സമ്മാനം. മോളിനി നല്ല ഉന്നതിയിലായിട്ട് വക്കീലായി ജഡ്ജിയായിട്ട് നല്ലോണം വാദിക്കാൻ കഴിയട്ടെ. നല്ല അടിപൊളി കളറാ. കുറച്ച് ലൂസില്ലേ? ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അതിന് ഏത് വേറെ കളറാണോ വേണ്ടിയിരുന്നത് എല്ലാം കമന്റ് പറയണം.
എല്ലാം കഴിഞ്ഞ് പോവുക. പഠനത്തിൽ മാത്രമല്ല കേട്ടോ, ഡ്രൈവറുവാ. അല്ല, അടിപൊളി ഡ്രൈവിങ്ങുവാ. ഡ്രൈവിംഗ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാ വണ്ടി എടുത്ത്. എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.